ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നാടൻ മാങ്ങാച്ചാർ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കെങ്ങനെ നാടൻ മാങ്ങാച്ചാർ ഇതിൽ കണ്ടാലോ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്തോ അമ്മ? കടു പൊട്ടിക്കഴിഞ്ഞ് വെളുത്തുള്ളി ഇട്ടല്ല നമ്മൾ. അത് കഴിഞ്ഞിട്ട് പച്ചമുളകും കൂടെ ഇട്ടിരുന്നു. ഇനി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ കിടന്നൊന്നും മൂപ്പിട്ട് ഇനി ഇച്ചിരി കരിയാപ്പലയും കൂടെ ഇടണം. അങ്ങനെ എല്ലാം മൂത്ത് നമ്മളിനി ഇതിൻ്റെ മെയിൻ ചേരുവകളാണ് ചേർക്കാൻ പോകുന്നത്. ആദ്യം മുളക് പൊടി ചേർത്ത്, പിന്നെ ഉലുവപ്പൊടി ചേർത്ത്, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത്. തീ അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ചൂട് വെള്ളത്തിൽ കായം ഇട്ട് അലിയിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അതും കൂടിയിട്ട് നല്ല തിളക്കട്ടെ. മൂന്ന് ദിവസമായി ഈ മാങ്ങ അഴിഞ്ഞ് നല്ല ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട്. നല്ല വൃത്തിയുള്ള മാങ്ങയൊന്ന് അഴുകി നല്ല ഉപ്പൊക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ മസാലയ്ക്കകത്ത് ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നമുക്ക് നോക്കിയിട്ടിടാം. മാങ്ങച്ചാറെല്ലാം റെഡിയായി. ഇനി ഇതിനകത്ത് മെയിനായിട്ടൊരു സാധനം ചേർക്കണം. കടുക് ഒന്ന് ചതച്ചത്, ടേസ്റ്റ് ഇട്ടുള്ള സാധനം കേട്ടോ. കടുക് മാങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ, അതേ ഒരു മണം. ടേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി ഉപ്പും കൂടെ വേണം. അച്ചാർ പൊടിച്ച അല്ലെങ്കിലും അടിമ.